നമ്മൾ ഏവരും കാത്തിരുന്ന ഒരു മൊമെൻറ്റിലേക്ക് പോവാണ്. നമ്മൾ കുറേ നേരമായി അക്ഷമരായി കാത്തിരുന്നത് നമ്മുടെ ഡോക്ടർ ശശി തരൂർ സാറിൻ്റെ വാക്കുകൾ കേൾക്കാനാണ്. സോ ഐ റിക്വസ്റ്റ് ഡോക്ടർ ശശി തരൂർ സർ. Thank you, Donna. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, തിരുവനന്തപുരം OICC ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റായ ശ്രീ വിൻസെന്റ് കെ ജോർജ്, വേദിയിലിരിക്കുന്ന എല്ലാ ബഹുമാന്യരെ, OICC ഭാരവാഹികളെ, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ, ഇവിടെ കേൾക്കാൻ എത്തിച്ചേർന്ന എല്ലാ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. തുടക്കത്തിൽ ഞാനൊരു ക്ഷമ ചോദിക്കുന്നു. എനിക്കൊരു ജലദോഷം, നീരൽക്കം, ചുമ, തൊണ്ടവേദന എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞാൻ വലിയ നല്ല സ്ഥിതിയിലല്ല നിങ്ങളുടെ അടിയിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ ഉണർന്നപ്പോൾ എനിക്ക് ശബ്ദമേ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ക്യാൻസൽ ചെയ്യണമെന്ന് ചിന്തിക്കുകയായിരുന്നു. പക്ഷേ നിങ്ങളെല്ലാവരും ഇവിടെ പ്രതീക്ഷിക്കുമ്പോൾ, നിങ്ങളെല്ലാവരും കൂടി ഇത്ര അറേഞ്ച്മെൻറ്റ് ചെയ്ത ശേഷം വരാതിരിക്കാനും പാടില്ലാനും തീരുമാനിച്ചിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. പക്ഷെ നിങ്ങളെന്നെ ക്ഷമിക്കൂ, ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്ന ഇടയിൽ ഒരു ചുമ വന്നാൽ ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം. നിങ്ങളെല്ലാവരും ഇവിടെ ക്ഷണിക്കാൻ സാധിച്ചുമല്ലോ. തിരുവനന്തപുരത്തിൻ്റെ OICC ജില്ലക്കാർ വന്നിട്ട് ഇങ്ങനെ വലിയൊരു മഹത്വമായ വിഷയത്തിനെക്കുറിച്ച് സംസാരിക്കാനും ഈ സമയത്ത് നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ആഘോഷിക്കാൻ, തിരുവാതിര കളി കാണാൻ, ഇതെല്ലാം നിങ്ങൾക്ക് സാധിച്ചു എന്ന് എനിക്ക് വലിയ സന്തോഷമുണ്ട്. നമ്മുടെ മലയാളി ഡയസ്പൊറ, നമ്മുടെ നോൺ റെസിഡൻറ്റ് മലയാളികൾ, നോൺ റെസിഡൻറ്റ് കേരളൈറ്റ്സ് കൂടി പറയുമല്ലോ, നിങ്ങളെല്ലാവരും ഈ ഗൾഫ് രാജ്യങ്ങളിൽ വന്നിട്ട് എത്ര നന്നായി ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പ്രവർത്തനം, നിങ്ങളുടെ ജീവിതം എത്ര നന്നായി മിന്നിട്ടുണ്ട് നിങ്ങൾ. അത് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. ഞാൻ മിഡിൽ ഈസ്റ്റിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഐക്യരാഷ്ട്രസഭയിൽ പ്രവർത്തിക്കുമ്പോൾ എൻ്റെ കരിയർ അവസാനിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യം ഗൾഫ് രാജ്യങ്ങൾക്ക് വന്നത്. പക്ഷേ അതിനുശേഷം പല അവസരത്തിൽ വരാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, അവസരം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, വരുമ്പോൾ നിങ്ങളെല്ലാവരും ഇത്ര സക്സസ്ഫുള്ളായിട്ട് പയച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണുമ്പോൾ എനിക്ക് അതുമീതെ ഒരു സാറ്റിസ്ഫാക്ഷൻ. ശരിക്കും പറയുകയാണെങ്കിൽ മലയാളീസ് ഹാവ് ടേക്കൺ ഓവർ ദ വേൾഡ് എന്ന് പറയാം. പക്ഷെ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ, ഈ രാജ്യങ്ങൾ നിങ്ങളില്ലാതെ ഒരിക്കലും ഈ സ്ഥിതിയിൽ എത്തിയിട്ടുണ്ടാവില്ല. ഇറ്റ് ഈസ് ടു യുവർ ക്രെഡിറ്റ്. നിങ്ങളാണ് ഈ രാജ്യങ്ങളെ എല്ലാറ്റിനെയും കെട്ടിയതും. യു ഹാവ് ബിൽറ്റ് ദ ഗൾഫ് ആൻഡ് ദ ഗൾഫ് ഹാസ് ഓൾസോ മെയ്ഡ് യു. നിങ്ങളുടെ തീം, ഈ ഖാദിൻ്റെ തീമായി നിങ്ങൾ കയറിയത് നല്ലൊരു ഐഡിയ ആണ്. നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് ഓർമ്മിച്ചിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും നമ്മുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കില്ല. എൻ്റെ ഓക്സ്ഫോർഡ് പ്രസംഗത്തെക്കുറിച്ച് 2 വാക്ക് ഞാൻ കേട്ടു. ഞാൻ പറയട്ടെ, ഞാൻ അതിനെക്കുറിച്ച് ഭാരതത്തിൽ സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാരോട് സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് എന്താണ്, നിങ്ങൾക്കറിയണം, ഇഫ് യു don't know where you are coming from, how will you appreciate where you're going? നമ്മൾ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കടമയാണ്. കാരണം ഇന്നത്തെ സ്ഥിതി ആ വഴിക്കാണ് എത്തിയത്. നാളെ നമ്മൾ എവിടേക്ക് പോകുമെന്നറിയാൻ ഇന്നലെക്കുറിച്ച് നമുക്ക് മറക്കരുത്. ഞാൻ എപ്പോഴും പറയും, ഈ forgive and forget എന്നൊരു സംസാരമില്ലേ, യു മസ്റ്റ് forgive. മനുഷ്യന് വെറുതെ പണ്ട് കാലത്തെ റിസെൻറ്റ്മെൻറ്റും ദേഷ്യവും മനസ്സിൽ വെച്ചിട്ടും ഹൃദയത്തിൽ വെച്ചിട്ടും ജീവിക്കാൻ സാധിക്കില്ല. ബട്ട് യു മസ്റ്റ് നോട്ട് ഫൊഗെറ്റ്. ഫൊഗിവ് ബട്ട് ഡു നോട്ട് ഫൊഗെറ്റ് ആണ് എൻ്റെ മുദ്രാവാക്യം. അപ്പോൾ ആ ഫൊഗെറ്റിംഗ് നമ്മൾക്ക് എപ്പോഴും ഉണ്ടാവരുത്, നമ്മൾക്ക് അറിയണം. അപ്പോൾ ഖാദിയുടെ കഥ നമ്മുടെ ഭാരതത്തിൽ 20-ാം നൂറ്റാണ്ടത്തെ തുടക്കത്തിലാണ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഒരു കാലത്തിൽ ഒരു 2000 വർഷക്കാലം വേൾഡ്സ് ലീഡിങ് ടെക്സ്റ്റൈൽ മാനുഫാക്ചറായി ഉണ്ടായിരുന്ന ഇന്ത്യ, ലോകം മുഴുവൻ നമ്മളുടെ കോട്ടൺസും മസ്ലിൻസും ലിനൻസും ഒക്കെ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഇന്ത്യ വലിയ ദാരിദ്ര്യത്തിൽ വീണിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യയുടെ കീഴിൽ. ഒരു കാലത്തിൽ
റോമൻ എംപയറിൻ്റെ ആ കാലത്തിലത്തെ പറഞ്ഞാൽ 2000 വർഷം മുമ്പ് ആ കാലത്തിലത്തെ റോമൻ സെനറ്റിൻ്റെ ഡിബേറ്റ്സ് വായിച്ചു നോക്കിയാൽ അവിടുത്തെ ഹിസ്റ്റോറിയൻ എഴുതിയിരിക്കുന്നത് ചില സെനറ്റേഴ്സ് പറയായിരുന്നു റോമൻ സ്ത്രീകളോട്, നിങ്ങളുടെ കാരണമാണ് റോമിൻ്റെ സ്വർണമൊക്കെ ഇന്ത്യ എത്തിയിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഇന്ത്യൻ മസ്ലിൻസും ഇന്ത്യൻ ലിനൻസും നിർബന്ധിച്ച് മേടിച്ചിട്ട് കാരണമാണ് ഞങ്ങളുടെ പണമെല്ലാം ഇന്ത്യക്ക് കൊടുക്കേണ്ടി വന്നത്. അതായിരുന്നു നമ്മുടെ ചരിത്രം. പക്ഷെ അതെല്ലാം നശിഞ്ഞു പോയി ബ്രിട്ടീഷുകാരുടെ ഭരണസമയത്തിൽ. എന്നിട്ട് 20-ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും ബ്രിട്ടീഷുകാർ അവരുടെ ലാങ്കഷയർ മിൽസിൽ മാസ് മാനുഫാക്ചർ ചെയ്ത കോട്ടനൊക്കെ ആയിരുന്നു അവർ ഭാരതത്തേക്ക് അയക്കേണ്ടായിരുന്നു. നമ്മളുടെ ഇൻഡിജിനസ് കോട്ടൺ മാനുഫാക്ചറിങ് ഒക്കെ പൊളിഞ്ഞു. നമ്മളുടെ കോട്ടൺ വീവേഴ്സും നമ്മളുടെ എല്ലാം ഉണ്ടാക്കുന്നവർക്ക് ഒരു ഭാവി ഉണ്ടായിരുന്നു, വരുമാനം ഉണ്ടായിരുന്നില്ല. എല്ലാ പണം ബ്രിട്ടീഷുകാർ അവരുടെ മാനുഫാക്ചർഡ് ക്ലോത്തിന് ഇന്ത്യക്ക് അയച്ചിട്ട് അവർ നമ്മളുടെ കാശ് പിടുങ്ങി ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകായിരുന്നു. ആ സമയത്താണ് ഇത് ഗാന്ധിജി ഇന്ത്യ എത്തുന്ന മുമ്പാണ്. ആ സമയത്താണ് നമ്മുടെ 20-ാം നൂറ്റാണ്ട് ആരംഭിക്കുമ്പോൾ സ്വദേശി മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഖാദി ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. നമ്മൾക്ക് എന്തുകൊണ്ടാണ് ബ്രിട്ടീഷ് കുപ്പായങ്ങളും ബ്രിട്ടീഷ് എല്ലാ ക്ലോത്തും ഫാബ്രിക്കും ആവശ്യമുള്ളത്? നമുക്ക് നമ്മളുടെ സ്വന്തം ട്രഡീഷൻ ഉണ്ടല്ലോ. ലെറ്റ് us മേക്ക് അവർ ഓൺ ക്ലോത്ത്, ലെറ്റ് us വീവ് ഇറ്റ്. അങ്ങനെയാണ് ഈ ഖാദിൻ്റെ കഥ തുടങ്ങിയത്. മഹാത്മാഗാന്ധി വന്ന ശേഷം പ്രസിദ്ധമാക്കി നമ്മൾക്ക് ഇന്ന് കാണുന്ന ഈ ചർഖ, ഇത് മഹാത്മാഗാന്ധിയാണ് പ്രസിദ്ധമാക്കിയത്. അദ്ദേഹത്തിന് ആഗ്രഹമായിരുന്നു എല്ലാ ഭാരതീയരും സ്വന്തം ഖാദിയെ തയ്ക്കണമെന്ന്. അതാണ് അദ്ദേഹം തന്നെ എല്ലാ ദിവസവും ഒരൊറ്റ ദിവസം അദ്ദേഹം ചർഖയിൽ ഇരുന്നിട്ട് വീവിങ് ചെയ്യാതെ ഇരുന്നിട്ടില്ല. പക്ഷെ ബാക്കി എല്ലാവർക്കും അതിൽ ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു, അതിന് സമയമുണ്ടായിരുന്നു, അത് വേറെ കഥയാണ്. എന്തായാലും ആ മെസ്സേജ് എന്താണ്? സെൽഫ് റിലയൻസ്. നമ്മൾ ഇപ്പോൾ മിസ്റ്റർ മോദി ആത്മനിർഭർ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നില്ലേ, അതന്നെ ആയിരുന്നു. നമുക്ക് ബ്രിട്ടീഷുകാരെ ആവശ്യമില്ല, നമുക്ക് നമ്മളുടെ സ്വന്തം കഴിവിൽ ജീവിക്കാമെന്നായിരുന്നു മഹാത്മാഗാന്ധിയുടെ സന്ദേശം. അങ്ങനെയാണ് ഇപ്പോൾ കുറേ വർഷക്കാലം കോൺഗ്രസ്സുകാരൊക്കെ ഖാദി മാത്രം ഇട്ടത്. ആ കാലം ഇപ്പോൾ കഴിഞ്ഞു. പക്ഷേ പ്രത്യേകിച്ച് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ കോൺസെപ്റ്റിൻ്റെ അർത്ഥം ഒരു സിമ്പിളാണ്, ഒരു മാതൃകയാണ്. ഖാദി എന്ന് പറഞ്ഞാൽ വെറും ആ തുണി മാത്രമല്ല, ഒരു സങ്കല്പമാണ്. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഭാരതത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഭാരതത്തിൻ്റെ ഭാവിയെക്കുറിച്ചും ഒരു സങ്കല്പമാണ്. അത് നമ്മുടെ വിൻസെൻ്റ് ജോർജ് പറഞ്ഞ പോലെ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന, എല്ലാവരും ഉൾക്കൊള്ളി വളർച്ച ചെയ്യുന്ന ഒരു ഭാരതം. അതാണ് ഇപ്പോഴും കോൺഗ്രസ് പാർട്ടി ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ രാജ്യത്തിൽ വലിയൊരു വെല്ലുവിളി വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയാം. 1947 നമ്മുടെ രാജ്യത്തിനെ ഭിന്നിച്ചപ്പോൾ, പാർട്ടിഷൻ വന്നപ്പോൾ എന്തായിരുന്നു കാരണം? ആ ഒരേ സമയത്ത് നിങ്ങൾക്കറിയാമല്ലോ, ഈസ്റ്റും വെസ്റ്റും ജർമ്മനിയായി, നോർത്തും സൗത്തും കൊറിയയായി, നോർത്തും സൗത്ത് വിയറ്റ്നാമായി. പക്ഷെ അവരെല്ലാവരും പാർട്ടിഷൻ വന്നത് ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. ഒരു ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് ഭരണം, മറ്റേ ഭാഗത്ത് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. പക്ഷെ അതായിരുന്നില്ലേ നമ്മുടെ ഭാരതത്തിൽ. നമ്മളുടെ ഭാരതത്തിൽ വന്ന പാർട്ടിഷൻ, അതിൻ്റെ അടിസ്ഥാനം എന്തായിരുന്നു? ഒരൊറ്റ കാര്യം മാത്രം. ചിലവർ പറഞ്ഞു ഞങ്ങളുടെ ദേശീയത ഞങ്ങളുടെ മതത്തിലാണ്, ഞങ്ങൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേറൊരു രാജ്യം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് അവർ പാകിസ്ഥാൻ ഉണ്ടാക്കി ഭാരതം വിട്ടുപോയത്. പക്ഷെ ഭാരതത്തിൽ ഉണ്ടായിരുന്ന ബാക്കി എല്ലാവരും, മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, മൗലാന അബുൽ കലാം ആസാദ്, ഡോക്ടർ അംബേദ്കർ, നിരവധി പേരുകൾ, അവരെല്ലാവരും പറഞ്ഞു ഒരിക്കലും നമ്മൾ ഈ ലോജിക്കിനെ സമ്മതിക്കില്ല. നമുക്കറിയാം നമ്മുടെ സ്വതന്ത്ര സംഘർഷം എല്ലാവർക്കും വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്വതന്ത്ര ഭാരതം എല്ലാവരുടെയും ഭാരതമായിരിക്കും. അങ്ങനെയാണ് അവർ ഒരു ഭരണഘടന എഴുതിയത്. ഈ ഭരണഘടനത്തിൽ എന്താ നിങ്ങൾ കണ്ടത്?
നിങ്ങളുടെ മതം ഏതായാലും, നിങ്ങളുടെ ജാതി ഏതായാലും, നിങ്ങളുടെ ഭാഷ ഏതായാലും, നിങ്ങൾ ഏത് സംസ്ഥാനത്താണെങ്കിൽ അതൊന്നും പ്രശ്നമല്ല. നിങ്ങൾ ഭാരതീയ പൗരനാണെങ്കിൽ നിങ്ങൾക്ക് ഒരേ അവകാശത്തോടെ ഭാരതത്തിൽ ജീവിക്കാൻ സാധിക്കണം. അതാണ് നമ്മളുടെ ഭരണഘടനയുടെ വലിയ ശക്തി. നമ്മൾക്ക് കേരളത്തിൽ ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല, ഞങ്ങൾ അങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത്. പക്ഷേ പാർട്ടിഷൻ സംഭവിച്ച ശേഷം വടക്കൻ ഭാരതത്തിൽ പ്രത്യേകിച്ച് ഇതൊരു ബുദ്ധിമുട്ടായൊരു പ്രഖ്യാപനമായിരുന്നു. പക്ഷേ നെഹ്റുജിയും അദ്ദേഹത്തിനൊപ്പം നിന്നവരെല്ലാവരും ധൈര്യത്തോടെ പറഞ്ഞു, നമ്മൾ ഒരിക്കലും ആരെയും ആക്ഷേപിക്കില്ല, ആരെയും ഈ രാജ്യത്തിന് പുറത്താക്കില്ല, ഈ രാജ്യം എല്ലാവരുടെയുമാണ്. ആ വിശ്വാസത്തിലാണ് നമ്മുടെ ഭരണഘടന എഴുതിയത്. ചിലർ പറയുന്നു, പക്ഷേ ഈ സെക്യുലർ എന്ന് പറഞ്ഞ വാക്ക്, മതേതരത്വം എന്ന് പറഞ്ഞ വാക്ക് വെറും 1976 ഇന്ദിരാഗാന്ധി ഉൾപ്പെടുത്തിയതിന് മുമ്പുണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നു, ഒരു വാക്കിൻ്റെ കാരണമല്ല നമ്മുടെ ഭരണഘടന ഒരു മതേതരത്വ ഭരണഘടനമായിരിക്കുന്നത്. കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം വേറെ പല പ്രൊവിഷൻസ് ഉണ്ട്. ആർട്ടിക്കിൾസ് 25, 26, 27, 28 വായിച്ചാൽ എന്താ പറയണത്? നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം മതം പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. നിങ്ങൾക്ക് എല്ലാവരെയും കൂടി കൊണ്ടുവന്നിട്ട് പ്രാർത്ഥിക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങളുടെ മതത്തിൻ്റെ ഗുണം അന്യനോട് പറഞ്ഞു കൊടുക്കാൻ, ടു പ്രൊപ്പഗേറ്റ് യുവർ റിലിജൻ, അതിനും അവകാശമുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഓൾറെഡി എ സെക്യുലർ കോൺസ്റ്റിറ്റ്യൂഷൻ. ആ ഒരു വാക്കിനെ മാറ്റിയാൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഇറ്റ് ഈസ് സ്റ്റിൽ എ സെക്യുലർ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അത് നമുക്ക് മറക്കാൻ പാടില്ല. പക്ഷേ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഒരു ഭരണം ഈ 10 വർഷക്കാലമായിട്ട് ആ ഭരണഘടനത്തിൻ്റെ സ്പിരിറ്റിനെ അവർ മാറ്റുന്നു. അവരുടെ മുദ്രാവാക്യം കുറേ വർഷങ്ങളായിട്ട് ഈ രാജ്യത്തിന്, നമ്മുടെ രാജ്യത്തിനെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാനായിരുന്നു. എന്നിട്ട് അതിൻ്റെ പേരിൽ, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വീണ്ടും നമ്മുടെ രാജ്യത്തിനെ ഭിന്നിക്കാൻ തുടങ്ങി. ഈ തവണ നമ്മുടെ ഭൂമിയല്ല ഭിന്നിക്കുന്നത്, നമ്മളെ ആത്മാവിനെയാണ് ഭിന്നിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പും നമ്മളുടെ എല്ലാ ദിവസത്തിലത്തെ രാഷ്ട്രാനുഭവവും ശരിക്ക് ഭാരതത്തിൻ്റെ ആത്മാവിന് വേണ്ടിയ ഒരു സംഘർഷമാണ്. What is the idea of India that you want to preserve? Is it an India that everyone can participate in? Or is it an India for a favored few? ഇതാണ് നമ്മളുടെ വലിയൊരു വെല്ലുവിളി. കേരളക്കാർക്ക് അറിയാം, നമ്മളുടെ ചരിത്രത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾക്കൊണ്ടിട്ട് എല്ലാവരെയും ഒരുമിച്ച് കണ്ടിട്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. 2500 വർഷം മുമ്പ് ബാബിലോണിയൻസ് പോയിട്ട് ആ പഴയ ജൂയിഷ് ടെമ്പിളിനെ ജെറൂസലമിൽ പൊളിച്ചപ്പോൾ യഹൂദി സമുദായം ആദ്യം അഭ്യർത്ഥികളായി വന്നത് നമ്മുടെ കേരളത്തിലായിരുന്നു. 2ാം തവണ റോമൻസ് പോയി പൊളിച്ചപ്പോൾ ഒരേ കഥ. പിന്നെ സെയിൻറ്റ് തോമസ് ദി അപ്പോസ്റ്റൽ, ഡൗട്ടിങ് തോമസ് ഓഫ് ദ ബൈബിൾ, അദ്ദേഹം നമ്മളുടെ നാട്ടിൽ എത്തുമ്പോൾ ഒരു റഫ്ലി നമുക്കറിയില്ല 33-52 AD ഇടയിലാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. The story is that he was welcomed on shore by a flute-playing Jewish girl. അതിൻ്റെ അർത്ഥം ആ സമുദായം അവിടെ തന്നെ ഉണ്ടായിരുന്നു, അവർ ഇൻറ്റിഗ്രേറ്റഡ് ആയിരുന്നു. അവർ ഇനിയൊരു പുതിയൊരു മതത്തിൻ്റെ ഒരു പോരാളി വരുമ്പോൾ അദ്ദേഹത്തിനെ സ്വീകരിച്ചു. അതുപോലെ തന്നെ ഇസ്ലാം കേരളത്തിൽ വന്നത് വടക്കൻ ഭാരതത്തിൽ അവരൊരു സംസാരമാണ്. ഇസ്ലാം വാളെടുത്തിട്ട് വന്നു, ഞങ്ങളെ ആക്രമണിച്ചു, അങ്ങനെയാണ് നമ്മുടെ ചരിത്രം. ഞാൻ അവരോടൊപ്പം ചൂണ്ടിക്കാണിക്കും, നിങ്ങൾക്ക് ഞങ്ങളുടെ ചരിത്രം അറിയില്ല. കേരളത്തിൽ പല നൂറ്റാണ്ടുകളായിട്ട് അറബ് രാജ്യങ്ങളുടെ ആൾക്കാർ വന്നിട്ട്, ട്രേഡേഴ്സും മെർച്ചൻസുമായിട്ട് വന്നിട്ട്, നല്ല ഫേവറബിൾ വിൻഡ്സ് ഉള്ളപ്പോൾ അറബിക്കടലിന് വാസാക്കി കേരളത്തിൽ വരും. അവിടെ 6 മാസം താമസിക്കും, വിൻഡ് മാറുമ്പോൾ തിരിച്ചു പോവും. ഇത് നബി ജനിക്കുന്ന പല നൂറ്റാണ്ടുകൾ മുമ്പ് സംഭവിച്ച ഒരു കാര്യമായിരുന്നു. അപ്പം അങ്ങനെ വന്നിട്ട് കുറേ കാലങ്ങളായിട്ട് കേരളത്തിനൊപ്പം അടുത്ത ബന്ധം സ്ഥാപിച്ച ഒരു സമുദായം ഈ അറബ് ട്രേഡേഴ്സ്, അവർ നബിയുടെ സന്ദേശത്തിനെ ഒരു ന്യൂസായിട്ടാണ് കൊണ്ടുവന്നത്. ഈ കാലത്ത് നമ്മളൊക്കെ ബ്രേക്കിംഗ് ന്യൂസ് കേൾക്കില്ലേ? ആ കാലത്തെ ബ്രേക്കിംഗ് ന്യൂസ് നോക്കൂ, ഞങ്ങളുടെ രാജ്യത്തിൽ ഇതാണ് സംഭവിക്കുന്നത്, ഇതാണ് ഇദ്ദേഹം പറയുന്നത്, ഇതാണ് ഇദ്ദേഹത്തിൻ്റെ സന്ദേശം. നിങ്ങൾക്കൊരു പക്ഷേ അറിയാം, ഈ സന്ദേശത്തിന്
കേട്ടിട്ട് ഭയങ്കര താല്പര്യത്തോടെ ഒരു രാജാവ് ചെറുമാൻ പെരുമാൾ കപ്പലിൽ കയറിയിട്ട് ഇവിടെ വന്നു, സൗദി അറേബ്യക്ക് വന്നു നബിയെ കാണാൻ. അദ്ദേഹം കണ്ടു എന്നാണ് കഥ. പക്ഷെ അദ്ദേഹം തിരിച്ചു വന്നില്ല, ഇവിടെ തന്നെ മരണപ്പെട്ടു. പക്ഷെ അദ്ദേഹം അറേബ്യൻ പെനിൻസുല എത്തിയതിൻ്റെ തെളിവ് എന്താണ്? ഇപ്പം കൂടി നമ്മളുടെ കേരളത്തിൻ്റെ നാളികേരം മരങ്ങൾ അദ്ദേഹത്തിൻ്റെ കപ്പലിൽ കൊണ്ടുവന്നതായിരുന്നു. അതൊക്കെ ഇപ്പം കൂടി ഒമാനിൻ്റെ സലാല ഭാഗത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. That is the proof of this early connection, because coconuts are not native to the Arabian Peninsula. They were brought here by Cheruman Perumal. ഇതൊക്കെയാണ് നമ്മളുടെ കഥകൾ. നിങ്ങൾക്കറിയാമല്ലോ, മാലിക് ദിനാറും അദ്ദേഹത്തെ അസോസിയേറ്റ്സും പോയിട്ട് ആ കാലത്ത് സാമറിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലം വേണം, നമ്മൾക്ക് ഒരു 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 മസ്ജിദൊന്നും ഇല്ലല്ലോ ഇവിടെ, എവിടെ ഞങ്ങൾ പ്രാർത്ഥിക്കാതെ പറഞ്ഞപ്പോൾ രാജാവ് എന്ത് പറഞ്ഞു? ഞങ്ങൾക്കൊരു ക്ഷേത്രമുണ്ട്, ആരും അതിന് പ്രത്യേകിച്ച് ഉപയോഗിക്കുന്നില്ല, പഴയ ക്ഷേത്രമാണ്, നിങ്ങൾ എടുത്തോളൂ. അങ്ങനെയാണ് ദി ഓൾഡസ്റ്റ് മോസ്ക് ഔട്ട്സൈഡ് ദി അറബ് പെനിൻസുല വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കൊടുങ്ങല്ലൂർ. അത് ഒറിജിനലി ഒരു ടെമ്പിളായിരുന്നു. ഇതൊക്കെയാണ് നമ്മളുടെ കേരളത്തിൻ്റെ കഥകൾ. നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ എല്ലാ മതത്തിൻ്റെ മലയാളികൾ ഒരുമിച്ച് സദ്യ കഴിക്കുന്നു, ഒരുമിച്ച് പുതിയ കുപ്പായങ്ങൾ ഇടുന്നു, ഗിഫ്റ്റ് കൊടുക്കുന്നു. നമ്മളുടെ ക്രിസ്മസും ദീപാവലിയും ഒക്കെ നമ്മളുടെ ഓണത്തിലാണ്. പക്ഷേ ആ ക്വാളിറ്റി ഇപ്പോൾ ഭാരതത്തിൽ നഷ്ടപ്പെടരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന. We have to make the rest of India more like Kerala rather than Kerala becoming more like Northern India. അതുകൊണ്ട് എൻ്റെ അഭ്യർത്ഥന നിങ്ങൾ എല്ലാവർക്കും നമ്മുടെ ഈ പ്രഷ്യസ് ഹെറിറ്റേജ്, ഈ റിലീജിയസ് കോ എക്സിസ്റ്റൻസ് ആൻഡ് ഹാർമണി, സ്നേഹിച്ച് ജീവിക്കുന്ന കേരളത്തിനെ എപ്പോഴും സംരക്ഷിക്കണം. അതിൻ്റെ വലിയൊരു നല്ലൊരു അടയാളമാണ് ഇവിടെ വിദേശത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിങ്ങളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത്. നമ്മൾ ഓരോരോ കമ്മിറ്റികളുടെ പേര് കേൾക്കുമ്പോൾ എല്ലാ മതത്തിൻ്റെ മലയാളികൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന നമ്മളെ OICCയിൽ ആ പ്രിൻസിപ്പിൾ, ആ സിദ്ധാന്തം, ആ സങ്കല്പം നമ്മൾ ഒരിക്കലും മറക്കാതെ ഭാരതത്തെ നന്നാക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് എപ്പോഴും നിൽക്കണം, അതിനു വേണ്ടി വാദിക്കണം. We have to continue to fight for this ideal of religious coexistence and harmony, and we have to do it democratically through the ballot box. നിങ്ങളെല്ലാവർക്കും whoever can manage, can afford, can get the leave to come, നിങ്ങളെല്ലാവരും നാട്ടിൽ വന്നിട്ട് വോട്ടും ചെയ്യണം. നമ്മൾക്കറിയാം കേരളത്തിൽ വലിയ ഭയമില്ലെങ്കിലും നമ്മൾക്ക് വമ്പിച്ച ഭൂരിപക്ഷത്തോടെയാണ് ഒരു സന്ദേശം ഡൽഹിക്ക് വായിക്കേണ്ടത്. കേരളക്കാർ ശക്തമായി നിൽക്കേണ്ട, ഒരുമിച്ച് നിൽക്കേണ്ടത്. അപ്പോൾ അത് മാത്രമാണ് ഞാൻ പ്രത്യേകിച്ച് ഇന്ന് പറയാൻ ആഗ്രഹിച്ചത്. ഞാൻ ദീർഘമായി പ്രസംഗിച്ചില്ല, നിങ്ങളോട് പറഞ്ഞു. എൻ്റെ അൺഫോർച്ചുനേറ്റ്ലി മൈ ഹെൽത്ത് ഇസ് നോട്ട് പെർമിറ്റഡ്. പക്ഷേ ചില കുട്ടികൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് കേട്ടു. ആ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താം. പക്ഷെ എന്തായാലും എന്നെ ക്ഷണിച്ചതിനും ഈ മെമെൻറ്റ് തന്നതിനും ഒരിക്കലും കൂടി നന്ദി. നമസ്കാരം. ജയ് ഹിന്ദ്. He is not only an erudite but also a good paragon of virtue. Once again, thank you so much, Dr. Shashi Tharoor sir. Vote of thanks നായി Mr. Sudhir M. Kokhare വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയമുള്ള OICC കുടുംബാംഗങ്ങളെ നമസ്കാരം. ആരോഗ്യപരമായി നല്ല നിലയിലല്ലായിരുന്നിട്ടും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഡോക്ടർ ശശി തരൂർ സാർ അവർക്ക് OICC തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇന്നത്തെ ഈ പരിപാടി സംഘടിപ്പിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച നമ്മുടെ പ്രസിഡൻറ്റ്, സെക്രട്ടറി, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ നിഷാദ്, എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കാൻ ആത്മാർത്ഥമായി സഹകരിച്ച നമ്മുടെ സ്പോൺസർമാർ, അതുപോലെ ഗ്ലോബൽ, നാഷണൽ, സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.